താങ്ക്സ് ഗിവിങ് സെലിബ്രേഷന് പോവാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. പോട്ട്ലക്ക് പാർട്ടിയാണ് കേട്ടോ. പോട്ട്ലക്ക് പാർട്ടി എന്ന് പറയുമ്പോൾ വരുന്ന ഗസ്റ്റൊക്കെ എന്തെങ്കിലും അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും. കാരണം ഒരുപാട് ഡിഷുകളുണ്ട്, ഞങ്ങൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് മാത്രം ഇതൊക്കെ അവിടെ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ജോലിക്ക് പോകുന്നവരൊക്കെ അല്ലേ, തിരക്കല്ലേ. അപ്പോൾ നവംബറിലെ അവസാനത്തെ വ്യാഴാഴ്ചയാണ് താങ്ക്സ് ഗിവിങ്. അതിൻ്റെ പിറ്റേ ദിവസം ബ്ലാക്ക് ഫ്രൈഡേ ആണ് കേട്ടോ. ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, പിന്നെ ഈ ലക്ഷറി പ്രോഡക്റ്റ്, മേക്കപ്പ് പ്രോഡക്റ്റ്, വസ്ത്രങ്ങൾ എല്ലാത്തിനും ഭയങ്കര ഡിസ്കൗണ്ടൊക്കെ ആയിരിക്കും. സാധാരണ വിലയിൽ നിന്ന് വില കുറച്ചൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ. താങ്ക്സ് ഗിവിങ് നേറ്റീവ് അമേരിക്കൻസ് ആണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് അത് പിന്നീട് വന്ന എല്ലാ ആളുകളും അത് ആക്സെപ്റ്റ് ചെയ്ത് ഉൾക്കൊണ്ട് അത് ആചരിക്കാൻ തുടങ്ങി. അപ്പോൾ നേറ്റീവ് ഇന്ത്യൻസ് ആ നവംബർ മാസത്തിൽ സുലഭമായി കിട്ടുന്ന ടർക്കിയെ ബേക്ക് ചെയ്യും. പിന്നെ അവിടെ ആ സമയത്തുണ്ടാകുന്ന പച്ചക്കറികളൊക്കെ ഉപയോഗിച്ച് ഓരോ ഡിഷുകൾ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ട്രഡീഷണൽ ഡിഷുകളായിട്ട് കണക്കാക്കും. പിന്നെ നമ്മുടെ വക എക്സ്ട്രാ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് കുറച്ച് ഇന്ത്യൻ സ്നാക്കുകളും അപ്പറ്റൈസേഴ്സൊക്കെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഡിസേർട്ടും സ്പെഷ്യൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു സെലിബ്രേഷൻ ആകുമ്പോൾ നമ്മുടെ രീതിയിൽ നമ്മളത് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അപ്പറ്റൈസർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആലോപിനോ ബേക്കൺ റാപ്പ് ചെയ്ത മുളക് ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇന്ന് ഇന്ത്യൻ അപ്പറ്റൈസേഴ്സ്, പഴംപൊരി, ഉഴുന്നുവട, അങ്ങനെയുള്ള സാധനങ്ങൾ, സുഗ്യനൊക്കെ ഉണ്ടായിരുന്നു. ചോപ്ഡ് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. ടർക്കിയാണ് താങ്ക്സ് ഗിവിങ്ങിൻ്റെ മെയിൻ ഡിഷ്. പിന്നെ മാഷ് പൊട്ടാറ്റോ, ടർക്കിയിൽ ഉപയോഗിക്കുന്ന സ്റ്റഫിങ്, പക്ഷെ അത് സെപ്പറേറ്റ് ആണ് വേവിക്കുക കേട്ടോ. പിന്നെ കോൺ ബ്രെഡ്, അതുപോലെ ബീൻസ് കാസറോള്, പംകിൻ പൈ, സ്വീറ്റ് പൊട്ടാറ്റോ കാസറോള്. അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടാറ്റോയും പംകിനും പൊട്ടാറ്റോയും ഒക്കെ ഈ നവംബർ സീസണിൽ സുലഭമായതുകൊണ്ട് നേറ്റീവ് ഇന്ത്യൻസ് ആ ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ഓരോ ഡിഷുകൾ ഉണ്ടാക്കുക. ടർക്കിയും ഈ നവംബർ മാസത്തിൽ നേറ്റീവ് ഇന്ത്യൻസ് സുലഭമായി കൃഷി ചെയ്യുന്ന ഒരു ജീവിയാണ്. അപ്പോൾ വിളവെടുപ്പ് കാലത്ത് അവർക്ക് ലഭിച്ച എല്ലാ വസ്തുക്കളും വെച്ച് അവർ ആ വർഷത്തെ മുഴുവൻ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും നന്ദി പറയാണ്. ഞങ്ങളുടെ ഈ സൗഹൃദത്തിനും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ദൈവത്തിനോടും അതുപോലെ പരസ്പരവും ഞങ്ങൾ നന്ദി പറയാണ്. പിന്നെ പോർക്കിൻ്റെ ഹാം ഉണ്ട് കേട്ടോ. അതും ഇങ്ങനെ ഹണി ബേക്ക്ഡ് ഹാമാണ്, ഗ്ലേസ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ സോൾട്ട് പെപ്പറൊക്കെ ഇട്ട് കഴിച്ചാൽ ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ എന്താ പറയുക, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല. ഇപ്പോൾ ഈ വന്നവരിൽ കുട്ടികളാണ് കൂടുതലും ഈ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഐറ്റത്തിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നവർ. നമുക്കൊക്കെ ഇന്ത്യൻ ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. ഇത്തിരി മസാലയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ചാൽ എങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിലെ വികാരിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്. അപ്പോൾ പുള്ളി ടർക്കി ഒന്ന് പ്രാർത്ഥിച്ച് ജസ്റ്റ് കട്ട് ചെയ്തു. പിന്നെ ഞങ്ങളുടെ വീടല്ല ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വീടിൻ്റെ ഓണർ, ഹോസ്റ്റ് ബാക്കി ടർക്കി കട്ട് ചെയ്തു എല്ലാവർക്കും വേണ്ടി പ്ലേറ്റിലാക്കിട്ടോ. In the plate, you got the potatoes, the sweet potato, the mac and cheese, and the ham. Oh my! Glaze ആണ് അതിന്റെ. ഇത് ടർക്കി ഇല്ലല്ലോ, ഇത് ഹാമാണ്. എല്ലാവരും കഴിക്കും ഓരോ കഷ്ണം. എല്ലാവരും എടുക്കട്ടെ. ഞാൻ എങ്ങനെയുണ്ട് തലാട്ട്? അതല്ലേ ഇതല്ലേ ഷുജന്റെ ഹാം ആരും കാണാതെ
ഒന്നിവിടെ ചൊല്ലാമോ കിളിമാനം തന്നെ പോരാമോ എല്ലാരും ചൊല്ലണേ കല്ലാണ് നെഞ്ചിരത്ത് കല്ലാണ് നെഞ്ചിരത്ത് ഇത് തകർത്തു ഇത്